12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. തിരുക്കുടുംബത്തിന് സ്തുതി. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പരിശുദ്ധ മാതാവിന്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ നാം ആഘോഷിക്കുകയാണല്ലോ. ഏവർക്കും സ്വർഗ്ഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനെ നിറവേറട്ടെ. രക്ഷയുടെ ആദ്യത്തെ വചനമാണിത്. പരിശുദ്ധ മാതാവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളുടെ ഉത്തരമാണല്ലോ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹ. ആ ദേവമാതാവിന്റെ ശൂനായ തിരുനാളിന് ഒരുക്കമായി ഈ 15 നോമ്പ് കൊണ്ടാടുമ്പോൾ വാഗ്ദാന പേടകമായ പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമുക്ക് അല്പം വിചിന്തനം ചെയ്യാം. പരിശുദ്ധ അമ്മ ജീവിക്കുന്ന ഒരു സക്രാരിയാണ്, വാഗ്ദാന പേടകമാണ്. ദേവദൂതൻ ഗബ്രിയേലിന്റെ അരുളപ്പാടിന് ശേഷം ദൈവത്തിന് ഹൃദയത്തിലും ഉദരത്തിലും സംഭവിച്ച് പ്രഥമ സക്രാരിയായി തീർന്ന പരിശുദ്ധ മറിയത്തെ ചലിക്കുന്ന സക്രാരിയായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. തന്റെ ഇളയമ്മ എലീശോ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവരെ ശുശ്രൂഷിക്കാനായി പോകുന്ന മറിയത്തിന്റെ യാത്ര ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം സഞ്ചരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ. കർത്താവ് സ്വന്തം വാസസ്ഥലമാക്കിയ മറിയം കർത്താവിന്റെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടിയുടെ പേടകവും മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിന്റെ കൂടാരവുമായി തീരുകയാണ്. ഇസ്രായേൽ ജനതയുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വാഗ്ദാന പേടകമായിരുന്നു. അവരുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കിയും സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കിയും അലച്ചിലുകളെ ആശ്വാസമാക്കിയും മരുഭൂമി അനുഭവങ്ങളെ ആത്മവിശ്വാസത്തിന്റെ മരപ്പച്ചകളാക്കിയും വാഗ്ദാന പേടകം എന്നും അവർക്കൊപ്പം സഞ്ചരിച്ചു. ഇതുപോലെ പരിശുദ്ധ മറിയവും നവഇസ്രായേലായ നമ്മോടൊപ്പം സഞ്ചരിക്കുകയാണ്. സാന്നിധ്യമായി, സംരക്ഷണമായി, കരുതലായി, കാരുണ്യമായി. വാഗ്ദാന പേടകത്തിൽ 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകളും മന്ന നിറച്ച സ്വർണ്ണക്കലശവും അഹ്റോന്റെ പൂത്തു തളർത്ത വടിയുമാണ് ഉണ്ടായിരുന്നത്. ഇവ 3 ക്രിസ്തുവിന്റെ പ്രതീകങ്ങളാണ്. കൽപ്പലകൾ വചനമായ ക്രിസ്തുവിനെയും, മന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെയും, അഹ്റോന്റെ വടി നിത്യപുരോഹിതനായ ക്രിസ്തുവിനെയും അനുസ്മരിപ്പിക്കുന്നു. വചനവും ജീവന്റെ അപ്പവും നിത്യപുരോഹിതനുമായ ക്രിസ്തുവിനെയാണല്ലോ മറിയവും ഗർഭത്തിൽ സംഭവിച്ചത്. ഇതുകൊണ്ട് തന്നെ മറിയത്തെ വാഗ്ദാന പേടകമെന്ന് അഭിസംബോധന ചെയ്യുന്നത് തീർത്തും ഉചിതമാണ്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: മഹാന്മാരായ വിശുദ്ധർ, കൃപയിലും പുണ്യത്തിലും സമ്പന്നരായ അവർ അനുകരിക്കാവുന്ന ഏറ്റവും ഉത്തമമായ മാതൃകയായും എപ്പോഴും സഹായിക്കാൻ കഴിയുന്ന ശക്തിയായ സഹായമായി മറിയത്തെ കണ്ടിരുന്നു. ഇസ്രായേൽ ജനത്തിന് വാഗ്ദാന പേടകം എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാവണം നമുക്ക് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ. ഇസ്രായേൽ ജനതയുടെ കഷ്ടപ്പാടുകളിലും ദുരന്തങ്ങളിലും ആശ്വാസമായി, സ്വാന്തനമായി വാഗ്ദാന പേടകം മാറിയതുപോലെ നമ്മുടെ അനുദിന പ്രാർത്ഥനയിലൂടെയും ജപമാല അർപ്പണത്തോടെയും നമുക്ക് ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കാം. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി.